വാഹനാപകടത്തിൽ മരിച്ച ഒരു കന്യാസ്ത്രീയുടെ സ്മാരകം സ്ഥാപിക്കാൻ ഒരു ഹൈന്ദവ മതവിശ്വാസി സ്വന്തം സ്ഥലം വിട്ടു നൽകി. ആ സ്മാരകം സ്ഥാപിച്ചതോടെ ആ റോഡിൽ അപകടങ്ങൾ ഗണ്യമായി കുറഞ്ഞു. മറ്റാരുടെയും കാര്യമല്ല, ദൈവദാസിയായ ദീനസേവന സഭയുടെ സ്ഥാപക മദർ പേത്രയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കൂത്തുപറമ്പിനടുത്ത് മാനന്തേരിയിലെ റോഡരികിൽ ഇന്നും മദർ പേത്രയുടെ സ്മാരകമുണ്ട്. ജാതി മതഭേദമന്യേ ഏവരും ദൈവദാസിയുടെ മധ്യസ്ഥം തേടി അവിടെ എത്തുന്നുമുണ്ട്. ഞാൻ സിസ്റ്റർ നയോമി, ദീനസേവന സഭ പട്ടുവം. മദർ പേത്രായുടെ മരണസമയത്ത് ഞാൻ ഇവിടെ ഹൗസ് സുപ്പീരിയറായിരുന്നു. 1976 ജൂൺ 5 മദർ പേത്രായും 18 സിസ്റ്റേഴ്സുമായി മഹേന്ദ്രയുടെ ഒരു വാനിന് മാനന്തവാടിയിൽ നിന്നും പട്ടുത്തായിക്കുള്ള തിരിച്ചു വരുന്ന ഒരു യാത്രയിൽ കൂത്തുപറമ്പിനടുത്ത് മാനന്തേരി എന്ന സ്ഥലത്ത് വെച്ച് റൈസിംഗ് സ്റ്റാർ എന്ന ഒരു ബസ്സും നമ്മളുടെ വാനുമായി കൂട്ടിമുട്ടുകയും അവിടെ വെച്ച് മദർ പേത്രായും 4 സഹോദരിമാരും മരണമടയുകയും ചെയ്തു. മദർ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വണ്ടിയൊക്കെ ഒരുങ്ങി ഇരുന്നിക്കുമായിരുന്നു. രാത്രി കിടന്നപ്പോഴാണ് സ്വപ്നം കാണുന്നത്. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതായിട്ടല്ല, എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്റർ ഡ്രൈവറാണ്. അപ്പോൾ അവിടെ നിന്ന് നിത്യവ്രതത്തിന് വേണ്ടി വന്നിരിക്കുന്ന സിസ്റ്റർ അന്ന. അപ്പോൾ അന്ന ഡ്രൈവ് ചെയ്യുന്നു, മദർ തെറിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം രാവിലെ അത് കണ്ടപ്പം തന്നെ എനിക്ക് സ്വപ്നം കണ്ട് ഞാൻ സിസ്റ്റേഴ്സിനോട് വിവരം പറഞ്ഞു. ഇങ്ങനെ അന്നേരം അത് വിഷമിക്കണ്ട, അങ്ങനെ നമ്മൾ പല സ്വപ്നങ്ങൾ കാണുന്നതല്ലേ, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മദറിനോട് അവർ പറഞ്ഞെന്ന് തോന്നി. ഞാൻ നേരിട്ട് മദറിനോട് പറഞ്ഞില്ല പിന്നെ സ്വപ്നം കണ്ടെന്നുള്ള വിവരം. രാവിലത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് പാട്ട് പാടി പോരുവാണ്. ചെറിയൊരു ആറ്റിൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. വലിയതായിട്ട് ഒത്തിരി സ്പീഡിലൊന്നും മദറുള്ളതുകൊണ്ട് മദറിനെ ഇങ്ങനെ കിടത്തിപ്പോരും. വാനായിരുന്നു. മദറിന് സുഖമില്ലാത്തത് കൊണ്ട് ഒരു ബെഞ്ചും കൂടെ ഇട്ടിട്ട് മദറിന് മാട്രസൊക്കെ ഇട്ട് അതെല്ലാം ഇങ്ങനെ കിടത്തി അതിൻ്റെ വട്ടത്തിൽ സിസ്റ്റേഴ്സിൻ്റെ നോവിസസിനെ ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ അവരെല്ലാവരും ഈ പെട്ടി വെച്ചിട്ട് ആ പെട്ടിയെ കൂടെ ആയിരിക്കുമായിരുന്നു. പിന്നെ ഒരാൾക്ക് മാത്രമുള്ള ബെഞ്ച് മാത്രം ഇങ്ങനെ വണ്ടിയുടെ സീറ്റിലിരിക്കുന്നു. ബാക്കി എല്ലാവരും അതായിരിക്കും ഇരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് വന്ന് ബസ് വന്ന് അടിക്കുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ട് മാനന്തേരി വന്നപ്പോഴായിരുന്നു സംഭവം നടക്കുന്നത്. പെട്ടെന്ന് വണ്ടി മറിയുന്നില്ല. കാരണം ഇങ്ങനെ വന്ന് അടിച്ചിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിനകത്തുനിന്ന് സിസ്റ്റേഴ്സ് എല്ലാവരും മുറിവേറ്റവരായിരുന്നു. എനിക്കധികം പറ്റില്ല, തലയ്ക്കും നെറ്റിക്കൊക്കെ സ്റ്റിച്ചുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ 3 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് വലുതായിട്ട് പറ്റാഞ്ഞുകൊണ്ട് അവരെ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ പെട്ടെന്ന് കൂടുതൽ 2 പേര് മരിച്ച 2 പേരുണ്ടായിരുന്നു. അവരെ അവിടെ തന്നെ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ കിടത്തി. ഞാനതറിയുന്നില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ് പോലീസ് വന്ന് പേരെന്നാന്ന് ചോദിക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇവരുടെ പേര് ചോദിച്ചു സിസ്റ്റേഴ്സിൻ്റെ. ബാക്കിയുള്ളവരെയും കൊണ്ട് പെട്ടെന്ന് തന്നെ സീരിയസ് ആയവരെ കോഴിക്കോടും തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. മദറിനെ തലശ്ശേരി പിതാവ് കണ്ടു. സംസാരിക്കാൻ പറ്റില്ല, കണ്ടേച്ചാണ് വന്നത്. അന്നേരം എൻ്റെ അടുത്ത് അവിടെ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്ത് കൂത്തുപറമ്പിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവിടെ അടുത്ത് വന്ന് എന്നെ കണ്ടപ്പം പെട്ടെന്ന് ഞാനങ്ങനെ പിതാവ് പറഞ്ഞു, മദറിനൊന്നും സംഭവിച്ചില്ല, അറിയാം, വിഷമിക്കണ്ട, മദർ ഉണ്ടാകുന്നത്. പക്ഷെ പിതാവ് ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴാണ് മദറിന് പെട്ടെന്ന് ഷോക്കായിട്ട് അവർ വീണ്ടും മദറിനെ പിന്നെ കോഴിക്കോടിന് കൊണ്ടുവന്നത്. കോഴിക്കോടിന് പോകുന്ന വഴിക്ക് കൊയിലാണ്ടി വെച്ചാണ് മദർ മരിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റേഴ്സ് അവിടെയുണ്ട്. ഞാൻ എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. ഒത്തിരി പറ്റാഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സിക്ക് റൂമിലായിരുന്നു ഞങ്ങൾ 4 പേരും. ബാക്കി ഇവരൊന്നും അറിയത്തില്ല, എന്നെ അറിയിച്ചുമില്ല. മദർ മരിച്ചെന്നും പിന്നെ ഈ 2 സിസ്റ്റേഴ്സ് മരിച്ചവരുടെ പേര് മാത്രമേ എനിക്കറിയത്തുണ്ടായിരുന്നുള്ളൂ, കത്രീനായും എലക്റ്റായും. പെട്ടെന്നുള്ള വിഷമം വന്നപ്പോൾ എന്നെ മദർ വിളിച്ചില്ലല്ലോ എന്നുള്ള, എൻ്റെ പിള്ളേരും മദറുമാണല്ലോ പോയ എന്നുള്ള വിഷമം ഒത്തിരി ഉള്ളിലുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സായിരുന്നു. അപ്പോൾ അത് നേരെ വരുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് വന്ന ഒരു സൈഡിലേക്ക് മദർ, ഞാൻ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ നേരെ പുറകിലാണ് മദർ കിടന്നത്. അപ്പോൾ ഇങ്ങനെ പയ്യെ തിരിച്ചങ്ങ് വന്നപ്പോഴത്തേക്ക് തന്നെ ആ ബസ് സ്പീഡിൽ വന്ന ബസ് പെട്ടെന്ന് വന്ന് അടിക്കുകയാണ് ചെയ്തത്.
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ആ സ്ഥലം സന്ദർശിക്കുവാനായി ഞങ്ങൾ ഇവിടെ നിന്നും പട്ടുവത്തിൽ നിന്നും പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പരിസരവാസിയായ ഒരു ഹൈന്ദവൻ വാസുദേവൻ നായരും ഒപ്പം ഈ അപകടം കണ്ടു നിന്നിരുന്ന പലരും ഓടിക്കൂടി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാസുദേവൻ നായർ പറഞ്ഞു, ഇവിടെ മദർ പേത്രായുടെ ഒരു സ്മാരകം പണിയണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കിത്തരാം. സ്ഥലം ഞാൻ തരാം. അയാളുടെ വീടാണ് ഒരു വശത്ത്, മറുവശത്തും അയാളുടെ സ്ഥലവും വീടും ചേർന്നതാണ്. അയാൾ ആ സ്ഥലത്ത് 2 സെൻറ്റ് സ്ഥലം നമുക്കായി മാർക്ക് ചെയ്തു തന്നു. തുടർന്ന് നമ്മൾ അവിടെ ഒരു സ്മാരകം പണിയുകയും മദർ പേത്രായുടെ ഒരു ഫോട്ടോയും ഒരു കുരിശും സ്ഥാപിക്കുകയും ചെയ്തു. ആ അപകട സ്ഥലം ഒരുപാട് അപകടങ്ങൾ വരുത്തിവെച്ച ഒരു സ്പോട്ടായിരുന്നു. ആ സ്മാരകം പണിതതിന് ശേഷം പലവട്ടം ഞാൻ അവിടെ പോവുകയും അവിടെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഒരു ആക്സിഡൻറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. അന്ന് അപകടങ്ങൾ, വേറെ മരണ അപകടങ്ങൾ ഒന്നും നടന്നിട്ടില്ല അതിൽ പിന്നെ എന്ന് പറഞ്ഞു. ആ സ്മാരകം പണിത് ചുറ്റുമതിൽ കെട്ടി അവിടെ എല്ലാ ദിവസവും ഹൈന്ദവരായ ആ മക്കൾ അമ്മയ്ക്ക് വേണ്ടി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തുടർന്ന് റോഡ് വികസനത്തിന് വേണ്ടി ആ സ്മാരകം പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പരിസരവാസികൾ അവിടെ സമ്മതിക്കാതെ ഫ്രണ്ട് മതിൽ മാത്രം പൊളിച്ചുകൊണ്ട് ഡ്രെയിനേജിനുള്ള സ്ഥലമെടുത്ത് വാസുദേവൻ നായരുടെ സ്ഥലം കൂടുതലെടുത്തുകൊണ്ട് റോഡ് വികസിപ്പിക്കുകയും നമ്മളുടെ സ്ഥാപനം അവിടെ നിലനിർത്തുകയും ചെയ്തു. നമ്മളാരും ആവശ്യപ്പെട്ടിട്ടല്ല അവിടെ ആ സ്മാരകം തുടങ്ങിയത്. ഇവിടെ ഒരു സ്മാരകം ഈ അമ്മയ്ക്ക് വേണ്ടി പണിയണം എന്നായിരുന്നു അയാളുടെ ആദ്യത്തെ ആവശ്യം. ഞാൻ സിസ്റ്റർ അനില DSS, ദേവദാസി മദർ പേത്ര ദീനദാസിയുടെ നാമകരണ പരിപാടിയിലെ വൈസ് പോസ്റ്റ്ലേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ദേവദാസി മദർ പേത്ര സ്ഥാപിച്ചതാണ് ദീനസേവന സഭ. 1969 ജൂൺ 1-ാം തീയതി പട്ടുവത്താണ് ദീനസേവന സഭയ്ക്ക് ആരംഭം കുറിച്ചത്. 1976 ജൂൺ 5-ാം തീയതി മദർ പേത്ര ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം 2007 അന്നത്തെ കണ്ണൂർ ബിഷപ്പായിരുന്ന അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ മദർ പേത്രായുടെ നാമകരണ പരിപാടികൾക്ക് വേണ്ടിയുള്ള രൂപതാതല കമ്മീഷൻ രൂപീകരിക്കുകയും നാമകരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. 2009 ജൂൺ 14-ാം തീയതി മദർ പേത്രയെ ദേവദാസി പദവിയിലേക്ക് ഉയർത്തി. 2012 സെപ്റ്റംബർ മാസത്തിൽ മദർ പേത്രായുടെ കല്ലറ തുറക്കുകയും ഭൗതിക അവശിഷ്ടങ്ങൾ പരിശോധിച്ച് അത് ആശ്രമം ചാപ്പലിലെ പുതുതായി തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിക്കുകയും ചെയ്തു. ഇപ്പോൾ മദർ പേത്രായുടെ പൊസസിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ പൊസസിയോ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തിരുസംഘങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മദർ പേത്രായുടെ പോസ്റ്റ്ലേറ്ററായിട്ട് ജോലി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചെറിയാൻ തുണ്ടപറമ്പിൽ CMI ഫാദറാണ്. നിലവിൽ ഞങ്ങൾ ദീനസേവന സഭവും ഇവിടെയുള്ള ജനങ്ങളും മദർ പേത്രായെ വിശുദ്ധിയായി കാണാനുള്ള ആഗ്രഹത്താൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വാസുദേവൻ നായർ പ്രായാധിക്യത്താൽ മരിച്ചുപോയി. മകൻ അതിൻ്റെ സ്മാരകത്തിൻ്റെ സൈഡിൽ തന്നെ താമസിക്കുന്നുണ്ട്. വേറെ വീട് വെച്ച് പണിത് അവർ തുടർന്ന് എല്ലാ ദിവസവും മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്.